അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു 200 കിലോമീറ്ററുടെ ഹലോ നമസ്കാരം. നമ്മളൊരു ചെറിയൊരു ഇലക്ട്രിക് വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു വാഹനം കൂടിയാണിത്. അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതാണ് ആ വാഹനം. ഒരു കുഞ്ഞൻ ഇലക്ട്രിക് ബൈക്കാണിത്. സജീഷ് ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ മകൻ അഭിരാമും ഇവരാണ് ഈ വാഹനം നിർമ്മിച്ചത്. ഇവരുടെ സ്വന്തം വർക്ക്ഷോപ്പാണിത്. ഈ വർക്ക്ഷോപ്പിൽ വെച്ചാണ് ഈ വാഹനത്തിൻ്റെ മൊത്തം വർക്കും A to Z വർക്കും നടന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെയാണ് ഈ വാഹനം. ഇദ്ദേഹമാണ് ഈ വാഹനം നിർമ്മിച്ചത്. ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പെരുമ്പാവൂർ സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പ് നടത്തുന്ന ആളാണ്. ഇദ്ദേഹത്തിന് അവിടെ പെരുമ്പാവൂർ ഒരു ബോഡിയുടെ പാച്ച് വർക്കിൻ്റെ ഒക്കെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇദ്ദേഹമാണ് ഈ സാധനം നിർമ്മിച്ചത്. ഇതിൻ്റെ നിർമ്മിച്ചതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടാ, നമുക്ക് ഈ വാഹനം ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്താണ് ശരിക്കും പറഞ്ഞത്? ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മകൻ വാരപ്പെട്ടിയിൽ ടെക്നിക്കൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ആ പുള്ളി 8 പഠിക്കുന്ന സമയത്താണ് ഇത് ഉണ്ടാക്കിയത്. പുള്ളി കൂടി ഉണ്ടാക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അഭിരാം. ഈ അഭിരാം ശരിക്കും പഠിക്കുന്നത് ടെക്നിക്കൽ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് വേണ്ടിയിട്ടൊക്കെയാണ് അദ്ദേഹം ഇങ്ങനൊരു വാഹനം നിർമ്മിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത്. നമുക്ക് ഈ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ സാമഗ്രികൾ മറ്റു സാധനങ്ങളൊക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്തതും കാര്യങ്ങളൊക്കെ? അവിടെ ഒരു ഇവിടെ ചെന്ന് ഇപ്പം അങ്ങനെ കിട്ടി. ഒരു 2-3 വണ്ടികളുടെ സാധനങ്ങൾ കളക്ട് ചെയ്തെടുത്തിട്ട് നല്ല സാധനങ്ങളൊക്കെ ആയിട്ട് അത് സെറ്റ് ചെയ്തെടുത്താണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂവിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. ഈ ഹെഡ്ലൈറ്റ് LED ബൾബ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വരുന്ന ഫ്രണ്ട് ഭാഗം, ഈ ഭാഗം ശരിക്കും ഒരു സ്കൂട്ടറുകളുടെ ഫ്രണ്ട് വരുന്ന കിറ്റ് അതിനൊന്ന് കട്ട് ചെയ്തെടുത്ത് ഫിനിഷ് ചെയ്ത് വെച്ചങ്ങനെയാണ്. പിന്നെ ഒരു സുസ്കി എന്നുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ചെറിയൊരു നമ്പർ പ്ലേറ്റിൻ്റെ പോലത്തെ ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മെറ്റലിൻ്റെ ഗാർഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ താഴത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ ഒരു മഡ് ഗാർഡും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇത് ഫൈബറിൻ്റെ പാർട്സാണ്. ഇതിൻ്റെ ബാലൻസ് ഭാഗമാണിത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മെറ്റലിൻ്റെ പീസ് കൊണ്ട് അടച്ചിട്ടുണ്ട്. പിന്നെ 2 ഷോക്ക് കാര്യങ്ങളൊക്കെ സ്ട്രൈറ്റ് ഷോക്ക് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് എൻ്റെ ടയർ വരുന്നത്. ഈ ടയർ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സൈസ് ടയറാണ്. സാധാരണ സ്കൂട്ടറിൻ്റെ ടയറിനേക്കാളും അല്പം വലിയ ടയറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ബാക്ക് ടയറും ഫ്രണ്ട് ടയറും ശരിക്കും പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്ക് ടയർ ശരിക്കും മോട്ടറോട് കൂടിയ സാധാ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ടയറും മോട്ടറും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ ഇച്ചിരി ഹൈറ്റ് കൂടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വലിയ ടയർ കൊടുത്തിട്ടുള്ളത്. നോർമലി അവർക്ക് ചെറിയ ടയർ കാര്യങ്ങളും അവർ ഇരിപ്പുണ്ട്. പക്ഷേ എന്നെ തിട്ടകണത് വലിയ ടയറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കംഫർട്ടായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഒരു ടയർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഷോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷോക്ക് ഇലക്ട്രിക് സ്കൂട്ടറിലൊക്കെ വരുന്ന ഷോക്ക് അവർ സ്ക്രാപ്പിൽ നിന്ന് എടുത്ത് ചെയ്തേക്കണതാണ്. പിന്നെ അതിൻ്റെ ഇവിടെ ബ്രേക്കിൻ്റെ ഇത് കാണാം. ബ്രേക്കൊക്കെ സാധാ ബ്രേക്കാണ്. കേബിളും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ട്യൂബ്ലെസ്സിൻ്റെ ടയറുകളാണ്. രണ്ടും ട്യൂബ്ലെസ് ടയറാണ് കൊടുത്തിട്ടുള്ളത്. ഫുഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. ഒറ്റ സീറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ സിംഗിൾ ഫുഡ് പെഡലും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. സെൻട്രലിരിക്കുന്നതാണ് അതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ബാറ്ററി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12 വോൾട്ടിൻ്റെ 4 ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ താഴെ ശരിക്കും ഒരു ഹോണും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ശരിക്കും ഒരു ഹോണായിട്ട് ഉപയോഗിക്കുന്നത്. ശരിക്കും ഇത് കാറുകളിലൊക്കെ വരുന്ന സെൻട്രൽ ലോക്കിൻ്റെ സൗണ്ടും കാര്യങ്ങൾ വരുന്ന സാധനമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ചെയ്സ്, ഇതാണ് അതിൻ്റെ ചെയ്സ് സ്ട്രക്ചർ. വേറെ കിറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. സ്ട്രക്ചർ വരുന്ന ഇതിൻ്റെ ചെയ്സ് കാര്യങ്ങൾ ഇതാണ്. ഈ ചെയ്സ് ശരിക്കും ഇവർ പൈപ്പ് ബെൻഡ് ചെയ്ത് ആണ് ഈ ചെയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഇതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ് പൈപ്പ് ബെൻഡ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കോട്ട് വരികയാണെങ്കിൽ
അതിനകത്തൊരു സെൻട്രൽ സ്റ്റാൻഡും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിലേക്കും വരുന്ന ബ്രേക്കിൻ്റെ ഈ ഭാഗം ഇത് ശരിക്കും കേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സൈഡിലേക്കാണ് ബ്രേക്കിൻ്റെ കേബിളും കാര്യങ്ങളും പോയിട്ടുള്ളത്. പിന്നെ ഇതാണ് ടയർ. സാധാരണ ട്യൂബ്ലെസ് ടയറാണിത്. ഇലക്ട്രിക് സ്കൂട്ടറുകളിലൊക്കെ വരുന്ന ടയറാണ്. ഇതിൻ്റെ മോട്ടറും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. റോമ എന്ന് പറഞ്ഞ കമ്പനിയുടെ ശരിക്കും ആണ് ഇതിനകത്ത് കയറ്റിയിട്ടുള്ളത്. ഷോക്ക് ശരിക്കും ഇതും 2 ഷോക്കും വരുന്നതും ഇലക്ട്രിക് സ്കൂട്ടറിലൊക്കെ വരുന്ന ടൈപ്പ് ഷോക്കാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് മേടിച്ചു തന്നെയാണ്. പിന്നെ ഈ ഭാഗം ഈ മഡ് ഗാർഡും കാര്യങ്ങളും സെപ്പറേറ്റ് ഇവർ ഉണ്ടാക്കിയതല്ല, അതും ഇതുപോലെ സ്ക്രാപ്പിൽ നിന്ന് എടുത്ത് ചെയ്തിട്ടുള്ളതാണ്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ ബാക്കിലൊരു വീതിയുള്ളൊരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടെയിൽ ഗാർഡും കാര്യങ്ങളൊക്കെ അതിനകത്തൊരു റിഫ്ലക്ടറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു സ്കൂട്ടറുകൾ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെയൊക്കെ സാധനങ്ങൾ ഇവർ സ്ക്രാപ്പിൽ നിന്ന് എടുത്ത് കയറ്റിക്കുന്നതാണ്. അതിൻ്റെ മോട്ടർ കാര്യങ്ങൾ വരുന്നത് മോട്ടർ ശരിക്കും ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ മോട്ടറും കാര്യങ്ങളാണ് കയറ്റിയിട്ടുള്ളത്. മോട്ടറിലേക്കുള്ള കണക്ഷൻ ഡയറക്റ്റ് കണക്ഷനാണ്, ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ വന്നിട്ടുള്ളത്. ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ സൈഡ് സ്റ്റാൻഡ് ഉണ്ട്, ഫുഡ് പെഡൽ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിന് ബാറ്ററിയുടെ ഈ ഭാഗത്താണ് ചാർജറിൻ്റെ പോർട്ട് കാര്യങ്ങൾ വരുന്നത്. ഇതാണ് ഇതിന് വരുന്നത് സീറ്റ് കാര്യങ്ങളും വരുന്നത്. ഇത് ശരിക്കും എൻഫീൽഡിൻ്റെ സീറ്റാണ് അവർ കയറ്റിയിട്ടുള്ളത്. എൻഫീൽഡിൻ്റെ സീറ്റിൽ അവർ അപ്പോൾസറി ചെയ്ത് അല്പം വീതിയും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് സീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഹാൻഡിലെല്ലാം ഒരു പൈപ്പ് ബെൻഡ് ചെയ്തിട്ടാണ് ഹാൻഡിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ആക്സിലേറ്ററിൻ്റെ കേബിളും ഈ ഭാഗം വരുന്നത് ശരിക്കും ഇത് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കേബിളാണ്. ശേഷം ഒരു 2000-2500 റേഞ്ചിൽ മേടിക്കാൻ കിട്ടുന്ന സാധനമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിലിൻ്റെ പെഡൽ കാര്യങ്ങളും ബുഷും കാര്യങ്ങളെല്ലാം അടിപൊളി ബുഷും കാര്യങ്ങളൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഇലക്ട്രിക് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ മീറ്റർ വരുന്നത്. അതിൻ്റെ കിലോമീറ്റർ കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ചാവി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, റെഡും ഗ്രീനും. പിന്നെ കിലോമീറ്ററും കാര്യങ്ങളും കാണാം. നമ്മുടെ മൊബൈലിൽ കാണുന്ന രീതിയിലുള്ള ബാറ്ററിയുടെ എംബ്ലത്തിൻ്റെ പോലത്തെ ഒരു ലൈറ്റ് കാര്യങ്ങളാണ് വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് പറയുകയാണെങ്കിൽ ഇതാണ് ഈ ഫ്രണ്ട് ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ച് കാര്യങ്ങളും വരുന്നത്. ഇതിന് ഹോണും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഹോൺ. ഇത് ശരിക്കും കാറിൻ്റെ സെൻട്രൽ ലോക്കിൻ്റെ ഹോണും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാണ് ശരിക്കും ഇതിനകത്ത് വരുന്ന ചാവിയും കാര്യങ്ങളും വരുന്നത്. ചാവിയൊക്കെ സിമ്പിളായിട്ടുള്ള ചാവിയും കാര്യങ്ങളാണ്. ഇതാണ് അതിൻ്റെ ഇലക്ട്രിക് വയർ കാര്യങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞാൽ കിറ്റും കാര്യങ്ങളൊന്നുമില്ല, നേരിട്ട് ചേസ് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് ഒരു കിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ലെവൽ സാധനമാണ്. ഇത് ശരിക്കും പറഞ്ഞൊരു കുഞ്ഞൻ ഇലക്ട്രിക് സ്കൂട്ടറും കാര്യങ്ങളൊക്കെയാണ്. ഇത് പക്ഷേ ഇതിൻ്റെ റേഞ്ചാണ് അപാര റേഞ്ച്. ശരിക്കും ഇത് ഒറ്റ ചാർജിൽ ഏകദേശം 200 കിലോമീറ്ററൊക്കെ ഓടാൻ രീതിയിലാണ് അതിൻ്റെ റേഞ്ച് കാര്യങ്ങളൊക്കെ വന്നത്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്ന സാധനം. ബാറ്ററിയുടെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ചാർജറിൻ്റെ പോയിന്റ് തന്നെ ഇവിടെയാണ്. ചാർജർ പിന്നെ ഇത് കാണുന്ന മെയിൻ സ്വിച്ച് കാര്യങ്ങളാണ്. മെയിൻ സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനൊരു DC കൺവേർട്ടർ കൊടുത്തിട്ടുണ്ട്. ഇത് 4 ബാറ്ററിയും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇത് DC കൺവേർട്ടറാണ് ഇത് ഇരിക്കുന്നത്. ഇതാണ് വർക്ക്ഷോപ്പ്. കടുവാക്കര ഓട്ടോമൊബൈൽസ് പാച്ച് വർക്ക് എന്നാണ് അതിൻ്റെ പേര്. ഇത് പെരുമ്പാവൂര് അല്ലപ്പറ എന്ന സ്ഥലത്താണുള്ളത്. ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവിടെ പ്രധാനമായിട്ടും വാഹനങ്ങളുടെ ബോഡിയുടെ വർക്കും അതുപോലെ തന്നെ പാച്ച് വർക്ക് കാര്യങ്ങളാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ആക്സിഡൻറ്റ് വാഹനങ്ങളാണ് മെയിനായിട്ട് അവർ ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് നമ്മുടെ പെരുമ്പാവൂരുള്ള ഒരു സ്ഥാപനം കൂടിയാണിത്. ആക്സിഡൻറ്റ് വർക്കിൽ തന്നെ എല്ലാവിധ വാഹനങ്ങളും, അതായത് 2 വീലർ മുതലുള്ള എല്ലാവിധ വാഹനങ്ങളുടെയും ചേസുമായി ബന്ധപ്പെട്ട വർക്കാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. മാത്രമല്ല റീസ്റ്റോറേഷൻ വർക്ക് എല്ലാം വളരെ കൃത്യമായ രീതിയിൽ നല്ല ഉത്തരവാദിത്തോടെ ചെയ്തെടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണിത്. അതിനോടനുബന്ധിച്ചുള്ള പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം വളരെ നീറ്റായിട്ട് ചെയ്തു തരുന്ന ഒരു സ്ഥാപനം കൂടിയാണിത്.
ടൂ വീലർ തന്നെ എല്ലാ ബ്രാൻഡിൻ്റെയും ബുള്ളറ്റ് പോലുള്ള വാഹനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചേസിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ആക്സിഡൻറ്റ് വർക്കിൽ തന്നെ പെയിൻറ്റിങ് തീരെ പോവാത്ത രീതിയിലുള്ള വർക്കുകളൊക്കെ നേർത്തിയെടുക്കുന്ന വർക്കുകളൊക്കെ അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോട്ടർ ഉപയോഗിച്ചിട്ടുള്ള വർക്കും കാര്യങ്ങളെല്ലാം വളരെ നീറ്റായിട്ടാണ് അവർ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബൈക്ക് മുതലുള്ള മുകളിലേക്കുള്ള എല്ലാ വാഹനങ്ങളുടെയും പാച്ച് വർക്ക്, ബോഡി വർക്ക്, അതുപോലെ തന്നെ ആക്സിഡൻറ്റ് വർക്ക്, ചേസിൻ്റെ വർക്കുകൾ, അല്ലെങ്കിൽ ഫുൾ റീസ്റ്റോറേഷൻ, മെയിനായിട്ട് പറയേണ്ട കാര്യമാണ് ഫുൾ റീസ്റ്റോറേഷൻ, കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ ചെയ്ത് തരുന്നതായിരിക്കും. ആക്സിഡൻറ്റ് പറ്റിയ വണ്ടികളുടെ ചേസ് ബെൻഡിങ്ങിൽ ഒരു സ്പെഷ്യലിസ്റ്റാണ് ഇവിടുത്തെ വർക്കേഴ്സ് എല്ലാം. കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ, ബോഡി വർക്ക്, ചേസ് ബെൻഡിങ്ങുമായി ബന്ധപ്പെട്ട ഏതൊരു വർക്കിന് വേണ്ടിയിട്ടും നമ്മുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെടുക. ആ നമ്പർ കൊടുത്തിട്ടുണ്ട്.